പെരുമാൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്ലോട്ടിന്റെ പിറകിൽ ആരെല്ലാമാണോ ഉള്ളത് അവരെല്ലാം പ്രബലരാണ്. വിശ്വം പറഞ്ഞതനുസരിച്ച് അവർക്ക് ഈ കൊലയാളിയുടെ ഐഡന്റിറ്റിയെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അവർ ഈ പ്ലോട്ടുമായി ബന്ധപ്പെട്ടു എന്നുള്ളതിന് തെളിവുകളുമില്ല. അങ്ങനെയിരിക്കെ നമ്മൾ വല്ലതും പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണ്. നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഒരു മുഖ്യമന്ത്രിയെ എത്ര നാൾ ഒളിപ്പിച്ചിരുത്താൻ സാധിക്കും? ഇനി നമ്മൾ പുറത്തു വിട്ടുവന്നിരിക്കട്ടെ, അവർക്ക് രക്ഷപ്പെടാൻ 100 പഴുതുകളുണ്ടാവും. അവസാനം മുഖ്യമന്ത്രിക്ക് ചീപ്പ് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി പോലീസ് കെട്ടിച്ചമച്ച കഥയാണെന്ന് പറയും. ഹലോ, യെസ് സ്പീക്കിംഗ്. യെസ്, ഓ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ വെങ്കടേഷ്. തമിഴ്നാട് IG മിസ്റ്റർ വെങ്കടേഷ് ആണ് വിളിച്ചത്. എന്താണ് സർ? ആ തേവർ 1-2 ദിവസത്തിനകം മദ്രാസിലെത്താൻ സാധ്യതയുണ്ട്. കൂടാതെ 1-2 മാസങ്ങൾക്ക് മുമ്പ് മദ്രാസിലൊരു ഹോട്ടലിൽ വെച്ചൊരു വിദേശി കൊല്ലപ്പെട്ടു. അതൊരു പ്രൊഫഷണൽ വർക്കാണോ എന്നവർ സംശയിക്കുന്നു. നമ്മൾ ഗോമസിന്റെ സിഗ്നേച്ചറിന്റെ ഫോട്ടോസ്റ്റാറ്റ് അവർക്ക് അയച്ചു കൊടുത്തില്ല. ആ വിദേശി കൊല്ലപ്പെട്ട ദിവസം അയാൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ എതിരിലുള്ള ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു മേത്തായുടെ സിഗ്നേച്ചറുമായി അതിന് സാമ്യമുണ്ടെന്ന്. നിങ്ങൾ അവിടം വരെ പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? സാർ, പേടിക്കണ്ട. നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. ബെറ്റർ യു ഗോ ബൈ ടുഡേസ് ഫ്ലൈറ്റ്. ശരി സർ. മിസ്റ്റർ പെരുമാൾ സർ, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ സുഹൃത്തായിരിക്കാം. ബട്ട് ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് യു ആർ എ പോലീസ് ഓഫീസർ. യെസ് സർ. രഹസ്യങ്ങളായി സൂക്ഷിക്കും. യെസ് സർ. സർ, ആ 4th ഫ്ലോറിലെ ബാൽക്കണിയിൽ നിന്നാണ് ബോഡി വീണത്. ദാ ഇവിടെ. ആ ഹോട്ടലിലെ അതേ ഫ്ലോറിലുള്ള ആ വിൻഡോയിൽ നിന്നാണ് ഫയർ ചെയ്തത്. Martin, give it. இந்த புல்லட் தான் அவன் யூஸ் பண்ணிருக்கான். Rare variety. Bring those photostats. Sir. இந்த ஊர்ல அவன் மேத்தா, உங்க ஊர்ல கோமஸ். Mr. Perumal. Yes sir. Let me go. I have got some urgent work. Martin will assist you. அவன் உங்க ஊர் தான். Hurry sir. Thank you sir. Sir, excuse me. Whatever I told you should be kept as a secret. Mr. Perumal, எனக்கு போலீஸ்ல 15 years service. எதை வெளியில சொல்லலாம், எதை சொல்லக்கூடாதுன்னு எனக்கு நல்லாவே தெரியும். Please come. എന്തിനാണ് സർ ആവശ്യമില്ലാതെ ഈ പോലീസും പട്ടാളമൊക്കെ? അതെ, നോർമൽ സെക്യൂരിറ്റി മാത്രമാണ് സർ. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടനെ തന്നെ യോഗ നടപടികൾ ആരംഭിക്കുന്നതാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമാൻ VT ജോണിനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിക്ക് അടിയന്തരമായി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് സ്വാഗത പ്രസംഗം ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണിന്ന്. ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായി 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻ കൊല്ലങ്ങളെ അപേക്ഷിച്ച് ക്രിയാത്മകമായ പല കാര്യങ്ങളും അസോസിയേഷന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ചെറുകിട വ്യവസായ യൂണിറ്റുകളെല്ലാം തന്നെ ഇക്കൊല്ലം ലാഭത്തിലാണ് ഓടുന്നതെന്ന് അറിയിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പടക്കളത്തിൽ മാത്രമല്ല, ദൈനംദിന സാമൂഹ്യ ജീവിതത്തിലും നമുക്ക് നിർണായകമായ സംഭാവന നൽകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഉപഭോക്തൃ സാധനങ്ങൾ സ്വകാര്യ പുസ്തക മുതലാളിമാർ നൽകുന്ന വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മുടെ യൂണിറ്റുകൾ വിറ്റുവരുന്നത്. സേവനത്തിന് കൂടുതൽ പ്രാധാന്യവും ലാഭത്തിന് കുറച്ച് പ്രാധാന്യവും മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ഇളവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇതിലും കുറച്ച് വിലയ്ക്ക് സാധനങ്ങൾ
ജീവിതത്തിൽ നാം ശീലിച്ചിട്ടുള്ള അച്ചടക്കം നാട്ടിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗങ്ങൾക്ക് കൂടി നിവൃത്ത ഭടന്മാരെ പരിഗണിക്കണമെന്നും ഞാൻ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ്. മിലിറ്ററി ടൈപ്പ് ഡിസിപ്ലിൻ സ്ഥാപനങ്ങളിൽ വരുത്താൻ കഴിയുമെങ്കിൽ അത് ഉത്പാദനം വർദ്ധിപ്പിക്കും, ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയും, വില കുറയ്ക്കാൻ കഴിയും. അങ്ങനെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിറ്റഴിയാൻ കഴിയും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ ചെറിയൊരു ഭേദഗതിയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയക്കുറവ് മൂലം പരിപാടിയുടെ അവസാന ഇനമായ സമ്മാനദാനം ആദ്യന്തരം നിർവഹിച്ച ശേഷം അദ്ദേഹം കായംകുളത്തേക്ക് പുറപ്പെടുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൽ ശ്രീമാൻ BT ജോൺ പറഞ്ഞ പ്രകാരം മുഖ്യമന്ത്രിക്ക് കായംകുളത്ത് ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ കാര്യപരിപാടിയിൽ ചെറിയ ഭേദഗതി സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അസോസിയേഷൻ അംഗങ്ങളുടെ മോഹിനിയാട്ടം 1ാം സ്ഥാനം N. നായർ. ഭരതനാട്യം 1ാം സ്ഥാനം S. സിന്ധു. ലളിതഗാനം 1ാം സ്ഥാനം K. ശൈല. ഹരിയാം. അവിചാരിതമായുണ്ടായ വൈദ്യുതി തകരാറ് മൂലം സംഭവിച്ച സമയനഷ്ടം കാരണം സമ്മാനദാനം നിർവഹിക്കാൻ കഴിയാതെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അടുത്ത സമ്മേളന സ്ഥലമായ കായംകുളത്തേക്ക് പോയിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നിർവഹിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എത്രയായി? 30 രൂപ. ആ തീയൊന്നു തരാം. താങ്ക്സ്. എക്സ്ക്യൂസ് മീ. നിക്കോളാസ് അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല. മദ്രാസിൽ പ്രസിഡൻസി കോളേജിൽ നിന്നോടൊപ്പം പഠിച്ച ശ്രീധരനെ ഓർമ്മയില്ലേ? ഇപ്പൊ മനസ്സിലായി. നീ എന്താ ഇവിടെ? ഒരാവശ്യത്തിന് വന്ന. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു എസ്റ്റേറ്റിലാ കൊളത്തൂപ്പുഴ. വാ, നമുക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അയ്യോ വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോ സൂക്ഷിച്ചു. പറ്റില്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം. നീ ഇവിടെ താമസിക്കേ? ഇവിടെ ഈ ഇടവഴിയിൽ ഇടതുവശത്ത് ആദ്യം കാണാൻ വീട്. വാ. ശരി, വരാം. നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും വരണം. ശരി, വരാമെന്ന് ഐ പ്രോമിസ് യു. ശരി. ഇതാണ് സർ ആ തേവരുടെ വീട്. സാർ എന്നാച്ച്? യാരും വരല സാർ. ആ ഈസിയാ, ഇവിടെ നോക്കാൻ ഏർപ്പെടുത്തിയിരിക്കുക. പോവാം സർ. ഹലോ, യെസ് പെരുമാൾ. യെസ് സർ.
അന്വേഷിച്ചു, കാര്യമായ വിവരമൊന്നും കിട്ടിയിട്ടില്ല. നേരിട്ട് കാണുമ്പോൾ പറയാം സർ. തേവർ എത്തിയിട്ടില്ല. ശരി സർ, ഓക്കെ സർ. ഐ ജി ആയിരുന്നു, നാളെ തന്നെ പുറപ്പെടാൻ. ഒരു സെക്കൻഡ്. പ്ലീസ് കണക്ട് മീ ടു ഇന്ത്യൻ എയർലൈൻസ്. താങ്ക് യു. ശരി, ഞാൻ വരട്ടെ സർ. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ മാർട്ടിൻ. വീണ്ടും കാണാം. ஏமாத்திட்டேன், நல்ல ஏமாத்திட்டேன். அதனால சார், உங்க அசிஸ்டன்ட் இந்த மலையாளத்த பையன்ல ரொம்ப கெட்டிக்காரன். நம்ம பையன் தான். நீ அவன் ஜீப்ல இங்க வரும்போது நான் மாடிட்டு பார்த்தேன். நல்ல ஏமாத்திட்டப்பா. எப்படி? சரி தேவா, சரி, அப்புறம் பார்க்கலாம். see you தேவர். ஓகே സർ വരട്ടുമാ. சரி. എടാ തേവരെ, எப்படி உள்ள வந்த? മനസ്സിലായില്ലേ? പെരുമാൾ. താൻ പറഞ്ഞല്ലോ ജീപ്പിലൂടെ വന്നപ്പോ ടെറസിൽ നിന്ന് കണ്ടു. நீ எப்படி உள்ள வந்த? ഏമാത്തിട്ടിങ്കെന്ന് താൻ പറഞ്ഞില്ലേ? അപ്പോഴാ ഞാൻ തന്നെ ഏമാത്തിയത്. ഇത്രയും വലിയൊരു വീട്ടിലൊരു വലിയ കള്ളൻ താമസിക്കുമ്പോ ഒരു കൊച്ചു കള്ളൻ ഇതിനകത്ത് കിടക്കാൻ എന്താണോ ഒരു ബുദ്ധിമുട്ട്? என்ன உனக்கு? போய் அப்படியே. நான் போலீஸை கூப்பிடுவேன். പോലീസിനെയൊക്കെ ഞാൻ കൂപ്പിടാം. നടക്കണോ? முனியாண்டி